വയനാട് പുനരധിവാസത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. ടൗൺഷിപ്പിലെ വീടിനകത്ത് കയറി മന്ത്രി നടത്തിയത് നാടകമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് കാണിച്ച കാപ്പട്യമാണ് ഉദ്ഘാടനമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല വീട്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്ന ഉദ്ഘാടനം. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പൊ ഒരാൾക്ക് പോലും എൻ്റെ അകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്. മന്ത്രിയാണ് ചോർച്ചേണ്ടെന്ന് പരിശോധിക്കേണ്ടത്. മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണത്തിൽ ഏച്ചുകെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. വയനാട് ടൗൺഷിപ്പിൽ വിള്ളൽ എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. 5 വർഷത്തെ അറ്റകുറ്റപ്പണിയുടെ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഈ വയനാട് ടൗൺഷിപ്പിലെ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇന്നലെ നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ പരിശോധിച്ചതാണ്. വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. വീടുകളുടെ വാട്ടർ പ്രൂഫിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. വെള്ളം കനിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർക്കിങ്ങുകളെയാണ് വിള്ളലുകളായി ചിലർ തെറ്റായി ചിത്രീകരിക്കുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയുണ്ട്. ഗുണനിലവാരം 100% ഉറപ്പാക്കാതെ ഒരു വീട് പോലും ഞങ്ങൾ ദുരന്ത ബാധിതർക്ക് കൈമാറില്ല. നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് അടുത്ത 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികളുടെ ചുമതല. സുതാര്യത ഉറപ്പാക്കുവാൻ വേണ്ടി മൊത്തം തുകയുടെ ഒരു നിശ്ചിത ശതമാനം സർക്കാർ തടഞ്ഞു വച്ചിരിക്കുക. 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും പരാതിയില്ലെങ്കിൽ മാത്രമേ ഈ തുക അവർക്ക് വിട്ടു കൊടുക്കുകയുള്ളൂ. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ വയനാട് ടൗൺഷിപ്പ് വിവാദത്തിലേക്ക് നീങ്ങിയാണ്. ഇതുവരെ ഒറ്റ വീടും കൈമാറിയിട്ടില്ല. കൈമാറുമെന്ന പറഞ്ഞ തീയതി ഇങ്ങനെ നീണ്ടു പോവുകയുമാണ്. ഇതിനിടയ്ക്കാണ് വീടുകളിൽ വിള്ളലുണ്ട് എന്നുള്ള ആരോപണം വരുന്നത്. ഒരു വീടിലെ വിള്ളലല്ല, മഷി കൊണ്ട് വരച്ചതാണ് എന്ന് പറഞ്ഞ് മന്ത്രി തന്നെ അത് വായിക്കുന്ന ദൃശ്യം. പക്ഷേ ആ വീട് ലഭിച്ച ആൾ പറയുന്നു അവിടെ വിള്ളലുണ്ട്. അത് വിള്ളലുള്ള ഭാഗം അവിടെ വന്ന ജോലിക്കാർ തന്നെ മാർക്ക് ചെയ്തു പോയതാണ് എന്നുള്ളതാണ്. അതാണ് വന്ന് മന്ത്രി മായ്ച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ കള്ളം പറയുന്നത് ആരാണെന്നാണ്. അപ്പോൾ ഈ വീട് ലഭിച്ചവർ കള്ളം പറയുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, വയനാട്ടിലെ പുനരധിവാസ പദ്ധതി തന്നെ വലിയ വിവാദത്തിലേക്ക് പോകുന്നു. കാരണം ഒന്ന്, പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും ഇതുവരെ വീട് കൈമാറ്റം ചെയ്തിട്ടില്ല എന്നതാണ് പ്രധാനം. അതിൻ്റെ കാരണമായി വിശദീകരിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചില്ല എന്നതാണ്. അവിടെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കാതെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഒരു രാഷ്ട്രീയ നാടകം കളിക്കുകയായിരുന്നു സർക്കാർ എന്ന ആരോപണമാണ് അവിടെ ഉയർത്തുന്നത്. അതിനപ്പുറത്തേക്ക് വീടിൻ്റെ മേൽക്കൂരയിലുണ്ടായ ആ വിള്ളൽ, അത് വിള്ളലല്ലെന്ന് മന്ത്രി കെ രാജൻ അവിടെ എത്തി അങ്ങനെ ഒരു വാദം ഉയർത്തുമ്പോഴും അത് വിള്ളലാണെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ സന്ദർശിച്ചാണ്. അതേസമയം തന്നെ അതിൽ മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തുന്ന മറ്റൊരു വാദം, അത് സർക്കാരിന്റെ വാദം കൂടിയാണ്. അവിടെ ഇനിയും ചില പണികൾ പൂർത്തീകരിക്കാനുണ്ട്. നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചാൽ അതിന്റെ കൃത്യമായ ശാസ്ത്രീയ പരിശോധന ഉറപ്പുവരുത്തി അതെല്ലാം ഓക്കെ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ വീട് കൈമാറുകയുള്ളൂ. ആ വീട് കൈമാറ്റം